ബംഗളൂരു ബൗറിംഗ് ആശുപത്രിക്ക് സമീപം ശക്തമായ മഴയിൽ മതിലിടിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 3 മലയാളികൾക്ക് പരിക്കേറ്റു. വിനോദയാത്രയ്ക്കെത്തിയ എറണാകുളം രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ് മരിച്ചത്. മഴയിൽ നിന്ന് രക്ഷ നേടി മതിലിന് സമീപം നിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. അവർ പർച്ചേസിങ് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ അവിടെ നിന്നാണ് നിന്നോടെ കുറച്ച് കഴിഞ്ഞേക്ക് ആ മതിൽ ഒന്നായിട്ട് പൊട്ടിച്ചാടി. അങ്ങനെ അവരെ മേത്തേക്ക് വീണു. അതിൽ കുറച്ചൊക്കെ രക്ഷിക്കുമ്പോൾ നമ്മൾ സുഹൃത്തൊക്കെ രക്ഷിക്കപ്പെട്ടു. ഈ സ്ത്രീ അപ്പം തന്നെ 2 ആൾ അവിടെ തന്നെ മരിച്ചിരുന്നു. ബാക്കിയുള്ളവർക്ക് ഓടി കുറച്ചാളെ രക്ഷിക്കാൻ പെടുത്തി. എന്നാലും മോശമില്ലാത്ത എല്ലാ സഹായങ്ങളൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ ചെയ്തു. എന്നാലും അത്ര ഇത് പോരാ. അവിടെ ഈ മണ്ണ് വീടാങ്ങനെ പുതിയൊരു മണ്ണ് വന്നതാണ്. ഒരു ഷട്ടിൽ കോട്ട് ഉണ്ടാക്കാൻ മണ്ണിനെ അപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മണ്ണ് അവിടെ മഴ പെയ്ത് നനഞ്ഞപ്പോൾ അതിൻ്റെ ഭാരം താങ്ങുന്നപ്പോൾ മതിൽ പൊട്ടിച്ചാടി. അങ്ങനെയാണ് ഈ മരണത്തിന് കാരണമുള്ള സാധ്യത. മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സജു ചാമക്കാലായിൽ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ബംഗളൂരു അതിശക്തമായ മഴ പെയ്തത്. ഈ മഴ സമയത്ത് കുറേ പേർ, അതായത് ഈ മാർക്കറ്റിന്, ശിവാജി മാർക്കറ്റിന് പരിസരത്തുണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ പെട്ട 3 പേർക്കാണ്, മലയാളികൾക്കാണ്, അതിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു മലയാളി ഇപ്പോൾ നമ്മളൊപ്പം ചേരുക. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു മഴ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്നായിരുന്നു ഒരു ശബ്ദം കേട്ടത്. അങ്ങനെ ആ ശബ്ദം കേട്ട് ഞങ്ങളെല്ലാവരും ഓടിപ്പോയപ്പോൾ എല്ലാവരും അതിനടിയിൽ പെട്ടുകിടക്കുകയായിരുന്നു. അതായത് ഒരുപാട് പഴക്കം ചെന്ന ഒരു മതിലായിരുന്നു അത്. അപ്പോൾ ഈ മതിലെന്ന് വെച്ചാൽ അതിൻ്റെ ഈ മതിലിൻ്റെ പിന്നിൽ ഹോസ്പിറ്റലിൽ കുറച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ട് അത് ഹൈറ്റായപ്പോൾ പിന്നെ വെള്ളം പോകാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഫോഴ്സ് കൊണ്ട് ഇങ്ങോട്ട് മതിൽ തെറിച്ച് വീണതാണെന്നാണ് സംശയിക്കുന്നത്. 3 സ്ത്രീകളുണ്ട്, മലയാളികളാണ്, പരിക്കേറ്റവരുണ്ട്. അവരുടെ നില എങ്ങനെയായിരുന്നു ആ സമയത്ത്? അവർ സ്പോട്ടിൽ ഒരു രണ്ട് സ്ത്രീകൾ അപ്പം തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. പരിക്കേറ്റവരുടെ സ്ഥിതി ആ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? പരിക്കേറ്റവരെന്ന് വെച്ചാൽ മാരകമായ പരിക്കുകളാണ്. എല്ലാവർക്കും തലയ്ക്കും പിന്നെ ഡെസ്കിനൊക്കെ നല്ല പരിക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. 2 മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. ലത, മനക്കുടിയിൽ രാമമംഗലം സ്വദേശി ലത, ഒപ്പം തന്നെ സ്മിത രഘു, തെക്കേയിറമ്പിൽ കീഴുമുറി സ്വദേശി സ്മിത രഘു എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. ഒപ്പം തന്നെ 7 പേർ, അതായത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന 7 പേർ, മലയാളികൾ ഉൾപ്പെടെ വന്ന 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റവരിൽ 3 പേർ മലയാളികളാണ്. ഈ 3 പേർ രാമമംഗലം സ്വദേശികളായ പ്രീതി, ഒപ്പം സിജി, മായ എന്നീ 3 പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഒരാളുടെ നില മാത്രമാണ് അല്പം ഗുരുതരമെന്ന് ഇപ്പോൾ നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി 2 പേർ അപകട നില തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളം സ്വദേശികളാണ്. കുടുംബശ്രീയുടെ വിനോദയാത്രയ്ക്ക് വേണ്ടി എത്തിയപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. 56 അംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വിനോദയാത്രയ്ക്ക് വേണ്ടി എത്തിയത്. ഇവർ എറണാകുളത്തെ അമൃതം പൊടി ഉണ്ടാക്കുന്ന യൂണിറ്റിലെ ആളുകളായിരുന്നു. പർച്ചേസിങ്ങിന് വേണ്ടി ശിവാജി നഗറിൽ മാർക്കറ്റിനടുത്ത് എത്തി. പർച്ചേസിങ് കഴിഞ്ഞ് മടങ്ങവേ ശക്തമായിട്ടുള്ള മഴ പെയ്യുകയും ഈ മഴയെ തുടർന്ന് ഇവർ അവിടെ നിന്ന് മാറി, അതായത് ഈ ടാർപോളിൻ ഷീറ്റ് ഉള്ള സ്ഥലത്തേക്ക് മാറി, മതിലിനോട് ചേർന്നുള്ള ടാർപോളിൻ ഷീറ്റ് കെട്ടിയ സ്ഥലത്തേക്ക് മാറി മഴയിൽ നിന്നും അഭയം തേടിയതിനിടയിലാണ് ഇത്ര വലിയൊരു അപകടമുണ്ടായി. 7 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 7 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ 3 പേർ മലയാളികളാണ്. അതിൽ ഒരാളുടെ നില മാത്രമാണ് അല്പം ഗുരുതരമെന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗളൂരു ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാളെ തന്നെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് അനൂപ് ജേക്കബ് MLA അറിയിച്ചു. മതിലിന്റെ ചോട്ടിലൂടെ പോയി നിന്നപ്പോഴാണ് ഇത് വന്ന് വീഴുന്നത്. അപ്പൊ 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു. എന്നാലും കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല, ICU ആണ്. ബാക്കിയുള്ളവര് ചെറിയ പരിക്കേ ഉള്ളൂ. 2 പേര് മരിച്ചു. അപ്പം അവരുടെ നാളെ ഫോർമാലിറ്റീസ് കംപ്ലൈ ചെയ്ത് നാളെ തന്നെ ഇങ്ങ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ആഭ്യന്തരമന്ത്രിയും അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ കർണാടകയിൽ ഒരു കോർഡിനേറ്റർ ആണ് അവര്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.